ഹായ് ഗായ്സ്, ഇതൊരു ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെ ഫുൾ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരൊറ്റ വീഡിയോ മതി നിങ്ങൾക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് മനസ്സിലാവും. ഇത് പ്ലസ് സൈസ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവനായി കണ്ടാൽ ഇനി ചുരിദാറിൻ്റെ കട്ടിങ് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഈ ഡ്രസ്സിൻ്റെ ഷോളാണ് ഇത് വരുന്നത്. നല്ല കട്ട് വർക്കുള്ള ഷോളാണ് വരുന്നത്. ഇത് ഫ്രണ്ട് പീസാണ്. ഇത് ഓരോരോ പീസാണ് കേട്ടോ. ഫ്രണ്ട് വേറെ, ബാക്ക് വേറെ, സ്ലീവിന് വേറെ, അങ്ങനെ ഓരോരോ പീസുകളാണ്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണിത്. ഞാൻ കുറേ മുന്നേ ചെയ്തൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഒത്തിരി നാളായി ഫോണിൽ കിടക്കണം. ഇപ്പോഴാണ് ഇതെടുത്ത് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം ഭംഗിയുണ്ട് ഈ തുണി എന്നുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് ഇങ്ങനെ പ്ലെയിനാണ്. അതേപോലെ സ്ലീവ് വരുന്നത്, സ്ലീവിനും ഫ്രണ്ടിൽ കട്ട് വർക്ക് വരുന്നുണ്ട്. കണ്ടല്ലോ, സ്ലീവിൻ്റെ അറ്റം ഭാഗത്ത് കട്ട് വർക്ക് വരുന്നുണ്ട്. പിന്നെ പ്ലെയിന് സാധാ പോലെ തന്നെയാണ് വരുന്നത്. അതേപോലെ ബോട്ടം പാർട്ട് വരുന്നത് സാധാ പ്ലെയിന് തുണി തന്നെ. നല്ലൊരു കോട്ടൻ്റെ നല്ലൊരു, എങ്ങനെ പറയാൻ വെച്ചാൽ അത്ര നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലോത്ത് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് തന്നെ പാൻറ്റിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. അപ്പം 4 തുണീനെ ആദ്യം നീളത്തിൽ ലെങ്ത്തിൽ 2 മടക്കിയ ശേഷം വീതിക്ക് 2 മടക്കുക. അപ്പം 4 പാർട്ടായിട്ടാണ് കേട്ടോ നമുക്ക് ക്ലോത്ത് കിട്ടുക. കണ്ടല്ലോ, ഇതിൽ കാണുന്ന പോലെ 4 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. ബക്കും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റിലിടുക. ആദ്യം തന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഫോൾഡ് ചെയ്ത ഭാഗം വരേണ്ടത്. നമ്മൾ കട്ടിങ്ങിന് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കും അപ്പുറം ഭാഗത്തേക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കണ 4 ഭാഗവും വരണം. 2 ഭാഗം നല്ല കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലാഞ്ഞ അളവിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അപ്പം മാർക്കിങ് തുടങ്ങാൻ പോവുകയാണ്. മാർക്കിങ് എല്ലതും ഈ സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഡൗട്ടുള്ളവരെ ആ എഴുതി കാണിക്കണമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം അടയാളപ്പെടുത്തുന്നത് താഴെ ഭാഗത്ത് 2 ഇഞ്ചിൽ മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. അടയാളപ്പെടുത്തുന്നത് 1/2 ഇഞ്ച് മടക്കിയിട്ട് 1 ഇഞ്ച് വീതിക്ക് മടക്കുകയാണ് ചെയ്യുക. 2 ഇഞ്ച് അങ്ങനെ മടക്കി അടിക്കാൻ. പിന്നെ ഫുൾ ലെങ്ത്ത് വരുന്നത് 38.5 കേട്ടോ. അപ്പോൾ 38.5 അടിയിൽ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് ഓൾറെഡി 2 ഇഞ്ച് കൊടുത്ത്, അപ്പോൾ 38.5 അവിടെ അടയാളപ്പെടുത്തിയ ശേഷം 1.5 ഇഞ്ച് പട്ടക്ക്, അതായത് അലാസ്റ്റിക് വെക്കാൻ 1.5, താഴ് ഭാഗത്ത് 2 ഇഞ്ച്, പിന്നെ 38 ഇഞ്ച്, പിന്നെ 1.5 ഇഞ്ച് നെറുഭാഗത്ത്, അങ്ങനെയാണ് അടയാളപ്പെടുത്തിയത്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 42.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 42.5 ഇഞ്ചിനെ 52 ഇഞ്ചാക്കിയിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. ആ 13ക്ക് 1/2 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് 13.5 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തേണ്ടത്. 10 ഇഞ്ച് കൂട്ടിയത് നമ്മൾ ലൂസിനാണ് കേട്ടോ. ആ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം താഴ്ഭാഗത്തേക്ക് ക്രോച്ച് ലെങ്ത്താണ്, അത് 13 ഇഞ്ചും പിന്നെ മേലെ കൊടുത്ത 1.5 ഇഞ്ചും കൂട്ടിയിട്ട് 14.5 ഇഞ്ചിൽ ക്രോച്ചിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. പിന്നെ ഈ വളച്ച് വരച്ചു കൊടുത്ത് ഒരു 3 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഫുള്ള് ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് സ്ക്രീനിലെ അളവ്. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന അളവ് നോക്കിയാൽ മതി, ഡൗട്ട് വരണ്ട. പിന്നെ തായ് ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. തായ് ഭാഗത്തെ ലൂസ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് 8 ഇഞ്ചാണ്. അത്യാവശ്യം സാധാ നോർമൽ പാൻ്റ് ആണെങ്കിലും കുറച്ച് ലൂസ് നിന്നോട്ടെ എന്ന് പറയുന്നത്. അത്യാവശ്യം തടിയുള്ള ഒരാളും കൂടിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ലൂസ് നിന്നോട്ടെ. അപ്പോൾ ആ ലൂസും അടയാളപ്പെടുത്തിയ ശേഷം കർവിൻ്റെ നമ്മൾ ലെഗ് കർവിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്കെയിൽ യൂസ് ചെയ്യണത്. ഇനി കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി ഇനി തയ്യലിന് യൂസ് ചെയ്യുന്ന സ്കെയിലും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മളിത് നേരെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്. അളവ് അടയാളപ്പെടുത്തലും കട്ടിങ്ങിൽ എത്ര പെട്ടെന്ന് 2-3 മിനിറ്റ് മതി ഒരു പാൻറ്റ് നമുക്ക് നോർമൽ പാൻറ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിന് അടയാളപ്പെടുത്തിയത്. അവിടെ ഒരു ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക. അത് നമുക്ക് മാറാതെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അളവ് മടക്കി അടിക്കുന്ന സമയത്ത് വളവോ കാര്യങ്ങളൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ആ കട്ടിങ് നമ്മളവിടെ കൊടുക്കുന്നത്. അങ്ങനെ കട്ടിങ് കൊടുക്കേണ്ടിടത്തൊക്കെ നമ്മൾ കട്ടിങ് കൊടുക്കണം. അപ്പോൾ പാൻറ്റിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി ചുരിദാറിൻ്റെ ടോപ്പാണ്. ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മെയിൻ ക്ലോത്തിലാണ് ആദ്യം തന്നെ വെട്ടണത്. അല്ലാതെ ഷിഫോണ് കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്, എന്നിട്ട് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാവൂ. ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ആദ്യം മെയിൻ ക്ലോത്ത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്യണം. ആദ്യം ബാക്ക് പാർട്ട് ഞാൻ നല്ല 2 മടക്കായിട്ടിട്ട് ശേഷം അതിൻ്റെ മേലെ ഫ്രണ്ട് പാർട്ടും 2 മടക്കായിട്ടിട്ട്. ഇതിലെന്താ ഒരു വ്യത്യാസം ചോദിച്ചാൽ ഫ്രണ്ട് പാർട്ട് തായ് ഭാഗത്തുനിന്ന് ബാക്ക് പാർട്ടിനേക്കാളും 1 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തിനാ വെച്ചാൽ ഫ്രണ്ട് പാർട്ട്
വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്ക് പാർട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കണം. അതിനൊരു ഇഞ്ച് അവിടെ വിട്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 45 ഇഞ്ചാണ്. ഈ 1 ഇഞ്ച് താഴെ വിട്ട് കൂട്ടാതെയാണ് കേട്ടോ പറയണത്. 45 ഇഞ്ചാണ്. അപ്പം മേലെ ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ മടക്കി അടിക്കാൻ വെച്ചിട്ട് 45.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന് പറയണത് ഈ ബാക്കിൽ താഴ് ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടൂല അതിൽ കേട്ടോ, കാരണം അത് ബാക്കിന് മാത്രമേ ഉള്ളൂ. ഇനി ഷോൾഡറാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ വന്നത് 15.5 വന്നിട്ടുള്ളത്. അപ്പോൾ 7.25 അടയാളപ്പെടുത്തിയ 7.2. പക്ഷേ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെനിക്ക് അടയാളപ്പെടുത്തിയ സമയത്ത് ഓർമ്മയില്ല. ഇനി ഷോൾഡർ വേണ്ടത് കോളറാണ്. അപ്പോൾ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 7.5 തന്നെയാണ്, 7.25 അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഷോൾഡറിൻ്റെ ലെങ്ത്ത്. അതേപോലെ തന്നെ ആം ഹോളിൻ്റെ ലെങ്ത്തും ആ 7.25 തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചെസ്റ്റ് വന്നിട്ടുള്ളത് 40.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു 10.1 വരിക. അപ്പോൾ 10 അടയാളപ്പെടുത്തി. 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി അടുത്തത് അടയാളപ്പെടുത്തുന്നത് ഹിപ്പ് റൗണ്ടാണ് കേട്ടോ. രണ്ടാമത് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഹിപ്പിൻ്റെ റൗണ്ടാണ്. അപ്പോൾ അവിടെ ഓപ്പൺ വരുന്നിടത്ത് വരിക. ഓപ്പണിൻ്റെ ലെങ്ത്ത് 21 വരുന്നത്. അപ്പോൾ ഷോൾഡർ അടിച്ച് പോകാനുള്ള 1/2 ഇഞ്ച് കുറച്ചിട്ട് കൂട്ടിയിട്ട് 21.5, 21ലേക്ക് 1/2 കൂട്ടിയിട്ട് 21.5 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത് 10.25, 10.25. ഈ 10.4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 10.25ക്ക് 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തിയ ശേഷം ഈ ചെസ്റ്റിൻ്റെയും വേസ്റ്റ് റൗണ്ടിൻ്റെ ഇടയിൽ വരുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമ്മൾ ഷോൾഡറിൽ നിന്ന് അടയാളപ്പെടുത്തുമ്പോൾ വെസ്റ്റ് റൗണ്ടിൻ്റെ വരുന്ന ലെങ്ത്ത് വരുന്നത് 15. അത് കറക്റ്റായിട്ടാട്ടോ വരിക. അതൊരു നമുക്കൊരു ടെക്നിക്കാണ് അതിൽ യൂസ് ചെയ്യാൻ, നമുക്ക് മാറാതെക്കാല്ലേ. വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളത് 8.25, 1 ഇഞ്ച് തയ്യൽ തുമ്പും 1 ഇഞ്ച് ലൂസും അടയാളപ്പെടുത്തിയ ശേഷം കർവ് സ്കെയിൽ വെച്ചിട്ട് ആദ്യം ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിക്കും വേസ്റ്റിൽ നിന്ന് ഹിപ്പുക്കും വരച്ചെടുത്ത് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് കർവാക്കി കൊടുക്കണം കേട്ടോ. അവിടെ അങ്ങനെ ത്രികോണം ചതുരം പോലെ ഒന്നും നിൽക്കരുത്. എന്നിട്ട് പിന്നെ ഹിപ്പിൽ എത്രയാണോ നമ്മൾ വിടുത്ത് കൊടുത്തിട്ടുള്ളത് അതേ വിടുത്ത് നമ്മൾ തായ് ഭാഗത്തും അടയാളപ്പെടുത്തുക. കാരണം അവയ്ക്ക് പിന്നെ അവിടെ ലൂസിൻ്റെ ആവശ്യമില്ല. ആ കറക്റ്റിലത് മതി. എന്നിട്ട് സ്ട്രെയിറ്റ് സ്കെയിൽ വെച്ചിട്ട് നേരെ അത് വരച്ച് കൊടുക്കുക. അതിന് ശേഷം അവിടെ ഹിപ്പിൻ്റെ അവിടെയും ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി അടയാളപ്പെടുത്തുന്നതാണ് ഷോൾഡർ. അത് ഞാൻ പറഞ്ഞില്ല, എനിക്കിതിൽ ചെറിയൊരു പേവ് വന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ നേരെ പകുതി വരുന്നത് 7.5 അടയാളപ്പെടുത്തി 3.25. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കുക. ഇത് വരച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇത് കോളർ നെക്കാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ 7.25, 7.25 അടയാളപ്പെടുത്തിയത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7.25. ഷോൾഡർ കോളറാണെങ്കിൽ ഷോൾഡറിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതിൽ 7.25 അടയാളപ്പെടുത്തി ഞാൻ അയച്ച് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കംപ്ലീറ്റ് വരച്ചെടുത്ത് ആം റൗണ്ടും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വരക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് കുഴിച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് 2.25, നെക്കിൻ്റെ വിടുത്ത് കൊടുത്തിട്ടുള്ളത് 2.25 ശ്രദ്ധിക്കണം. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്ത് 2.25 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പാക്കിയിട്ടൊന്ന് വരച്ച് കൊടുത്ത് ഇതിന് ശേഷം ഇനി ഈ ഡ്രസ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത്ര ഉള്ളൂ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ. അതായത് നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്ത് വരച്ചെടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഒരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ കേട്ടോ. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അളവും കാര്യങ്ങളും ഒക്കെ ഞാനിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഫുള്ള് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് കണ്ടോലെന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഈ നോച്ചിടണത് ഓപ്പണിനാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ വരുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം ഒരു നോച്ചിട്ട് കൊടുക്കുക. അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെയും വരുന്നിടത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഇനി ഈ ആം റൗണ്ട് നമ്മൾ എത്ര ഉണ്ട് എന്നൊന്ന് അളന്ന് നോക്കണേ. അപ്പോൾ അത് കറക്റ്റായി നമുക്ക് അളന്ന് നോക്കിയിട്ട് 10 കിട്ടിയിട്ടുള്ളത്. ഇത് അളക്കണത് എന്തിനാണെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ ആം റൗണ്ടിൻ്റെ കാര്യത്തിനാണ്. ഇപ്പോൾ സ്ലീവിനുള്ള പീസ് നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. സാധാരണ 2 മടക്കി പിന്നെ 2 അങ്ങനെ മടക്കിയിട്ടാൽ മതി. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 21, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, തായ് ഭാഗത്ത് തയ്യൽ തുമ്പ് വേണ്ട, കട്ട് വർക്ക് ആയതുകൊണ്ട്. അപ്പോൾ 21.5 ഇഞ്ച്, 20.5 ഇഞ്ച്
സ്ലീവിന് അടയാളപ്പെടുത്തി. ഇവിടെ 9.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് നമുക്ക് ആം റൗണ്ട് കിട്ടിയത് 10 ഇഞ്ചാണ്. അപ്പം അതിന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.5 അടയാളപ്പെടുത്തി. പിന്നെ 3 ഇഞ്ച് താഴത്തേക്കും അടയാളപ്പെടുത്തിയ ശേഷം നേരെ ഒരു ലൈന് കൊടുത്ത് അവിടുന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ അടയാളപ്പെടുത്തിയ ശേഷം ബാക്കി അതിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് നേരെ കർവായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആം ഹോൾ വരയ്ക്കണ സ്കെയിൽ വെച്ചിട്ടും സ്ലീവ് നമുക്ക് റെഡിക്ക് അടയാളപ്പെടുത്തിയെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് 8.5 ഇഞ്ചാണ്. നേരെ അതിലോട്ട് കർവായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലൂസായിട്ടാണ് സ്ലീവും കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നേരെ അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ്, പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞ്, ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞ്, ഇനി ബാക്കിയുള്ളത് ലൈനിങ് ആണ്. സാധാരണ എല്ലാത്തിലും ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഇത് കോട്ടൺ ആയത് കാരണം ഞാൻ അതാണ് സുഖം കരുതിയിട്ടാണ് ആദ്യം തന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തത്. ഇനി നേരെ ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെയിൻ ക്ലോത്ത് എടുത്തിട്ട് നേരെ ലൈനിങ്ങിലെ കട്ട് വർക്കുമ്മൽ ലൈനിങ് വരേണ്ട നൂല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കട്ട് വർക്ക് ഒഴിവാക്കിയിട്ടുള്ള ഭാഗം നേരെ മെയിൻ ക്ലോത്ത് ലൈനിങ്ങുമൊക്കെ ഇറക്കി വെക്കാനായിട്ട് ചെയ്യുന്നത്. ഇത് ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ ലൈനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നന്നായി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ക്ലോത്ത് ചുളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് വെക്കണം. ഈ എല്ലാ പരിപാടിയും നേരെ അത് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അത്രേ പണിയുള്ളൂ ലൈനിങ് കട്ട് ചെയ്യുന്ന കാര്യത്തിൽ കേട്ടോ. ഇതിൽ സാധാരണ ഇങ്ങനെ ചെയ്യൽ ലൈനിങ് കട്ട് ചെയ്ത് മെയിൻ ക്ലോത്താണ് ഇതുപോലെ ചെയ്യൽ. പക്ഷേ ഇതിൽ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം കോട്ടൺ ആയതുകൊണ്ടാണ്. അപ്പം നീങ്ങാത്ത ക്ലോത്തൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേഗം അതങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോടുകൂടി ലൈനിങ്ങിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടോ. ഇനി നേരെ ഈ ഓപ്പൺ കൊടുത്ത് ഒരു വര ഇട്ടണല്ലോ, അവിടെ ഒരു കട്ടിങ്ങും നെറുഭാഗത്തൊരു കട്ടിങ്ങും കൊടുത്താൽ ഇത് ലൈനിങ്ങിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് ഇനി ലൈനിങ്ങിൽ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പോൾ സ്ലീവിനും കട്ട് വർക്ക് വരുന്നത് വരെ ലൈനിങ് മതി, കട്ട് വർക്ക് നമുക്ക് ലൈനിങ് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സ്ലീവ് നെറുഭാഗത്ത് ലേശം ബാക്കിയുണ്ടായി ക്ലോത്ത് സ്ലീവ് ലൈനിങ്ങിൽ അത് നേരെ സ്ലീവ് അയിമക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്ലീവ് കറക്റ്റായിട്ട് വെച്ച ശേഷം അതേപോലെ ഷേപ്പിൽ അങ്ങോട്ട് വരച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, ഒരളവെടുക്കുക കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ കറക്റ്റായിട്ട് കണ്ടല്ലോ കട്ട് വർക്കിൻ്റെ അവിടെയാണ് വരച്ചിട്ടുള്ളത്. അവിടുന്ന് നേരെ സ്ലീവ് വരച്ചെടുത്ത് അതേപോലെ കറക്റ്റായിട്ട് ആ സ്ലീവും അവിടുന്ന് കട്ട് ചെയ്തെടുത്ത് ഇതോടുകൂടി ഒരു ചുരിദാറിൻ്റെയും പാൻറ്റിൻ്റെയും ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എല്ലാം ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ ചോദിക്കുന്നതെന്നാണ്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം. കോളറിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.